സ്മൃതി 2017 ഒടുവിൽ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് തോമസ് ചാണ്ടി വിഷയത്തിൽ. അന്ന് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ആദ്യം മുഖ്യമന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കേണ്ട എന്ന നിലപാടാണ് എടുത്തതെങ്കിൽ ഒടുവിൽ CPI മന്ത്രിമാരുടെ നിർബന്ധത്തെ തുടർന്ന് അന്ന് കാനം രാജേന്ദ്രൻ്റെ ലൈൻ അന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരു വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്ക് അമർഷമൊക്കെ ഉണ്ടായി ആ കാര്യത്തിൽ. പക്ഷേ ഒടുവിൽ CPIയുടെ വാദം വിജയിച്ചു. നാളെ വീണ്ടും 2017 അത് നടന്നതെങ്കിൽ 8 വർഷത്തിനു ശേഷം വീണ്ടും സമാനമായൊരു വിട്ടുനിൽക്കലിന് കേരളം സാക്ഷിയാവാൻ പോവുകയാണ്. പക്ഷേ ഇക്കുറി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണെന്നുള്ളത് രാഷ്ട്രീയ മാനവുമുണ്ട്. വലിയ ഭരണപ്രതിസന്ധിയുണ്ടോ? വലിയ ഭരണപ്രതിസന്ധിയാണ്. അത് അഴിമതിയായിരുന്നു. തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയം ഉന്നയിച്ചിട്ടാണ് രാജി ആവശ്യപ്പെട്ടത്. ഇതിപ്പോൾ നയപരമായ വിഷയമാണ്. ആ നയപരമായ വിഷയം എന്നതിനപ്പുറം അപമാനം എന്നതിനും അപ്പുറം വഞ്ചിച്ചു എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. CPIയിലെ നേതാക്കൾ തന്നെ പറയുന്നത് ഞങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചന എന്നുള്ളതാണ്. കാരണം 2 തവണ മന്ത്രിസഭാ യോഗത്തിൽ വന്ന ശേഷം മാറ്റിവെച്ച വിഷയം ഇതവിടെ പോയി 16-ാം തീയതി ഒപ്പിടുന്നു. ആ തീരുമാനം വന്ന ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും എഴുന്നേറ്റ് നിന്നിട്ടാണ് മന്ത്രി കെ രാജൻ ഈ വിഷയം പറയുന്നത് PM ശ്രീയിൽ ഒപ്പിടരുത് എന്ന്. അങ്ങനെ പറയുന്ന മന്ത്രിയുടെ വാക്കുകളെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഒരു വലിയ രീതിയിലുള്ള വിശ്വാസവഞ്ചനയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഇത് നോക്കൂ, 2017 വലിയ ഗുരുതരമായൊരു കാര്യം കൂടി ഇപ്പോൾ ഈ 4 മന്ത്രിമാരും ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു. ആ കത്തിൽ PM ശ്രീ പദ്ധതി ധാരണാപത്രം ഒപ്പിട്ടത് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ലംഘനവും നിയമപരമായി നിലനിൽക്കാത്തതുമാണ് എന്നാണ് ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇതുവരെ ചരിത്രത്തിലില്ലാത്തതാണ്. മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന 4 മന്ത്രിമാർ പറയുകയാണ് മന്ത്രിസഭാ യോഗ തീരുമാനമല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ അത് നിയമപരമായി ആർക്കും നീങ്ങാവുന്നൊരു സാഹചര്യം കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ CPI പോകണമെന്നില്ല, പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും ഒരു മന്ത്രിസഭാ തീരുമാനത്തിന് വിരുദ്ധമായൊരു തീരുമാനം നടപ്പാക്കിയെന്ന രൂപത്തിൽ നിയമപരമായി അതിനെ നേരിടാം. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഇത് മാറുകയാണ്. അപ്പോൾ ഇതൊരു ഔദ്യോഗിക രേഖയായി മാറുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ നമുക്കറിയാവുന്നതുപോലെ MA ബേബി ബിനോയ് വിശ്വവുമായി വീണ്ടും സംസാരിക്കുമ്പോഴും പറയുന്നത് എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകിൽ പദ്ധതി മെല്ലെ കൊണ്ടുപോകാം, മെല്ലെ പോക്ക്, ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി, ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ CPI അങ്ങോട്ട് പറയുന്ന ഒരു ഉപാധി, ഞങ്ങൾക്ക് ആദ്യമായി എടുക്കേണ്ടത് ഒരു തീരുമാനമാണല്ലോ, ഒരു നിലപാടാണല്ലോ. ആ നിലപാട് എന്നുള്ളത് PM ശ്രീയുമായി നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് ഇടത് സർക്കാർ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കേന്ദ്രത്തിന് നൽകുക. അത് കേന്ദ്രത്തിനെ പിന്മാറാൻ പറ്റുകയുള്ളൂ, സംസ്ഥാനങ്ങൾക്കാകില്ല എന്നൊക്കെ പറയുന്ന വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷെ ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു നിലപാടാണല്ലോ. ആ നിലപാടായി നിങ്ങൾ ആ കത്ത് നൽകുക. എന്നിട്ട് ആ കത്ത് പുറത്തേക്ക് വിടുക. ഞങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ അതിൽ വേണമെങ്കിൽ അയാൻ സാധിക്കും. അവിടെയാണ് ഇവരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുക. അല്ലെങ്കിൽ ഈ വഞ്ചനയിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള CPMനുള്ള ഏക വഴി അതാണ്. ഇതിപ്പോൾ CPM പറയുന്നത് CPI അയണമാണ്. ഇപ്പം ആത്യന്തികമായി നോക്കുമ്പോൾ എന്താണ്, പിഴവ് സംഭവിച്ചവർക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുകയും പിഴവ് സംഭവിക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കുന്ന നയപരമായി നിലപാടെടുത്തവരോട് പിന്നാക്കം പോകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് സംഭവ്യമല്ല എന്നാണ് CPI കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇനി എന്ത്, അടുത്ത തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, അതിലേക്കൊന്നും ആലോചനകൾ പോയിട്ടില്ല. നിലവിൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കില്ല എങ്കിൽ അത് ആത്മഹത്യാപരമാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ നാളത്തെ കണ്ണൂരിലെ പരിപാടിയൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തലസ്ഥാനത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത് ഇനി MV ഗോവിന്ദന് സാധിക്കുമോ? MV ഗോവിന്ദൻ ഇന്ന് ചില കാര്യങ്ങളൊക്കെ CPI പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാകും, ഇടതുപക്ഷം നയം വേറെ, പ്രായോഗികമായ കാര്യങ്ങൾ വേറെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളും അതിലേക്ക് വരണമെന്നൊക്കെയുള്ള പഠിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗത്തിലൂടെ നടത്തുന്നുണ്ടായിരുന്നു. അതേ MV ഗോവിന്ദൻ വന്ന് ഇത് സംസാരിക്കുമോ? ഇനി അതിലും വലിയൊരു കാര്യം എന്താണ്, MV ഗോവിന്ദൻ, പ്രധാനപ്പെട്ട CPMലെ നേതാക്കൾ, എന്തിന് TP രാമകൃഷ്ണൻ, ഇവരാരും തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. TP അന്ന് വാർത്താ സമ്മേളനം നടത്തിയ ശേഷം ഞാൻ പഠിച്ചിട്ട് പിന്നെ പറയാമെന്ന് പറയുകയാണ്. ഇവരെയൊക്കെ ആരൊക്കെയാണ് ഇരുട്ടിലായതെന്നുള്ളത് നോക്കേണ്ടത്. ഇരുട്ടിൽ ഈ പറയുന്ന CPI മാത്രമല്ല, ഇരുട്ടിൽ നിൽക്കുന്ന CPMലെ പ്രധാനപ്പെട്ട നേതാക്കളും CPMലെ മറ്റു മന്ത്രിമാരുമാണ്. അപ്പോൾ ഇരുട്ടിൽ CPIക്ക് കൂട്ടുണ്ട് എന്നുള്ളതാണ് ഇരുട്ടിൽ നിർത്തിയതിൽ. അപ്പോൾ അതാണ് CPI മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ അതങ്ങനെ നിൽക്കുന്നു. ഇനി CPIയെ സംബന്ധിച്ച് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള അവരുടെ തീരുമാനമാണ്. കാരണം ഇന്നും ഈ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനാണ് MA ബേബി സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനില്ല എന്ന് പറയുന്നു. നാളത്തെ മന്ത്രിസഭായോഗത്തിന് മാറി നിന്ന ശേഷം അടുത്തത് 4-ാം തീയതി ചേരാൻ പോകുന്ന ഈ പറയുന്ന അവരുടെ കൗൺസിൽ യോഗമാണ്. ആ കൗൺസിൽ യോഗത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക്, അത് മന്ത്രിസഭാ യോഗങ്ങളിൽ ഇനി പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണോ, മന്ത്രിസ്ഥാനം രാജിവെക്കുക എന്ന വലിയ തീരുമാനത്തിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്
പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന് ഇതുവരെ ആലോചിച്ചിട്ട് ഞങ്ങൾ 4-ാം തീയതി വരെയുള്ള കാര്യങ്ങളെ ആലോചിച്ചിട്ടുള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട CPI നേതാക്കൾ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ 4-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നു, അതിനുശേഷം എന്ത് എന്നുള്ളത് പിന്നീട് നോക്കാം. ഏതായാലും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് കാണുന്നത്? മുഖ്യമന്ത്രി ഇന്ന് ഒരു ഭക്ഷ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗത്തിൽ നിന്നും മുഖ്യമന്ത്രി പെട്ടെന്ന് ആ യോഗം തന്നെ റദ്ദാക്കി പോവുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട മില്ലുടമകളെ ക്ഷണിക്കാതെ എന്ത് യോഗം എന്നാണ്? മില്ലുടമകളെ ക്ഷണിക്കാൻ ആ യോഗത്തിൽ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കൃഷിമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ആ യോഗം നടത്തണ്ട എന്ന് പറഞ്ഞാൽ ആ യോഗം റദ്ദാക്കി അദ്ദേഹം ഇറങ്ങുകയാണ്. അത് ഇന്നലത്തേതിൻ്റെ ചുരുക്കായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഈ തരത്തിലുള്ള ഒരു സംഘർഷ രീതിയിലേക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പുറത്ത് നമ്മൾ കാണുന്നു, കാർഷിക കോളേജിന് മുന്നിൽ ഇതുവരെ ഫീസ് വർധനയൊക്കെ കുറച്ച് കാലമായിട്ടുള്ളതാണ്. ഇന്ന് ഫീസ് വർധനയ്ക്കെതിരെ SFIയുടെ ഒരു പ്രതിഷേധം വരികയാണ്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നാളെ ആകുമ്പോഴേക്കും അതിൻ്റെ സ്വഭാവം അല്പം കൂടി മാറുമോ? ഇനി പരസ്യമായി തന്നെ നേതാക്കളെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ വരുമോ? അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ 2 പാർട്ടികൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ ഈ പ്രാദേശിക തലത്തിൽ സീറ്റ് വെച്ചുമാറലടക്കമുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. CPIയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് CPM എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്നും മാറ്റിക്കൊണ്ട് NEP ഒരു തരത്തിലും നമുക്ക് പ്രശ്നമാകുന്നില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് CPI ചോദിക്കുന്നത്. NEPയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പറഞ്ഞു വന്നിരുന്നത്, പാർട്ടി കോൺഗ്രസിലടക്കം പ്രമേയം പാസ്സാക്കിയത്, ഇപ്പോഴും അത് പറയും. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഇനി ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മാറി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും കരുവാകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ല എന്നുള്ള കാര്യം സുവ്യക്തമായ കാര്യമാണ്. 2024 തന്നെ റാണി ജോർജ് പോയിട്ട് ഇതിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ പോയി പറഞ്ഞിട്ടുള്ളതാണ്, ഡൽഹിയിൽ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ ഞങ്ങൾ PM ശ്രീക്ക് എതിരെയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ തീരുമാനിക്കുകയും അവിടെ പറയുകയൊക്കെ ചെയ്ത ശേഷമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ നടക്കുന്ന തീരുമാനമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, ഒരിക്കലും ഉദ്യോഗസ്ഥലത്തിൽ വന്നിരിക്കുന്ന ഒരു തീരുമാനമല്ല. ഇതിൽ കൃത്യമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ താല്പര്യം മുഖ്യമന്ത്രിയുടേതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള ഡീലാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് പുറത്തു വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് അവിടെ എന്ത് ബലഹീനതയാണ് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ ഇടയാക്കിയിരിക്കുന്നത്? ഇപ്പോൾ SFIയുടെ നേതാക്കളെയൊക്കെ DYFI നേതാക്കളെയൊക്കെ ഒരു പ്രതിസന്ധി ആലോചിച്ച് നോക്കൂ. ഇത്രയും കാലം സമരം ചെയ്തിട്ട് ഇതിപ്പോൾ നടപ്പാക്കുമ്പോൾ ഒരു തരത്തിലും നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ ബാധിക്കില്ല എന്ന് പ്രതികരിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം. Meet the editors.